അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നവും തിരുവനന്തപുരത്തിന്റെ അഭിമാനവുമായ നമ്മുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. 1750 ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ തൃപ്പടിദാനവും 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരവും അതിപുരാതനമായ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ മുന്നേ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ചരിത്രങ്ങളെ പറ്റിയൊന്നും എനിക്ക് അത്രയ്ക്ക് അറിവില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ കടകളിലൊക്കെ നോക്കിയപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ചേരുന്ന നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഇവിടെ ഉണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങളും ഛായാചിത്രങ്ങളും ഇവിടുത്തെ പ്രധാന ആകർഷണമായിരുന്നു എനിക്ക്. മാത്രമല്ല, നിങ്ങളിത് കണ്ടില്ലേ, അവരെന്ത് ഭംഗിയായിട്ടാണ് കൈപ്പണി ഉപയോഗിച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് ഈ കൊച്ചു ബുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് ചെറിയ ബുക്ക് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ അതേപോലത്തെ വർക്കുള്ള ഒരു പേനയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് വേണ്ടി വാങ്ങിച്ചു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. ഒരുപാട് സാധനങ്ങളുടെ മിനിയേച്ചർ എനിക്കിവിടെ കാണാൻ പറ്റി. അതായത് ഓട്ടോറിക്ഷയുടെ മിനിയേച്ചർ, പിന്നെ ധാരാളം കീ ചെയിൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഭംഗിയുള്ള മയിൽപ്പീലി, നിങ്ങളത് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള പെയിന്റിങ്സ് ആണെന്ന്. കൊണ്ടുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള താമര പൂക്കളും കണിക്കൊന്ന പൂക്കളും ഒക്കെ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഇദ്ദേഹമാണ് ഈ കടയുടെ ഉടമസ്ഥൻ. പിന്നെ ഇദ്ദേഹം ഞങ്ങളെ വീഡിയോ എടുക്കുന്നതിൽ തടസ്സപ്പെടുത്തിയില്ല, വളരെ നല്ല മനുഷ്യനായിരുന്നു. കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള പെയിന്റിങ്സ് ആണിതെന്ന്. കുറച്ച് ശിവലിംഗങ്ങൾ ഉണ്ടായിരുന്നു. ചെറുതും വലുതും ഉണ്ടായിരുന്നു ശിവലിംഗം. അതിൽ ചെറുതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് ശ്രീ പത്മനാഭനെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന പത്മതീർത്ഥക്കുളം.
കുളത്തിൽ ധാരാളം മീനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ എനിക്കും നിങ്ങൾക്കും പഠിക്കാനും യൂസ്ഫുള്ളുമായിട്ടുള്ള വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്.